പെരുന്നാളും തന്നെ നേരത്തെ എണീറ്റ് വന്ന് നിൽപ്പുണ്ട്. നമ്മുടെ മുമ്പിലുള്ള മരം മുറിച്ചിട്ടുണ്ട് കേട്ടോ. മുഴുവനായി പെരയുടെ മുകളിലായിരുന്നു. പിന്നെ മുജുക്ക പള്ളിയിലോട്ട് പോയിട്ടുണ്ട്. നേരമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു ഉപ്മാവ് ഉണ്ടാക്കി. അങ്ങനെ കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി അവർ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പോയി. പിന്നെ നാത്തൂനും മക്കളൊക്കെ വന്നിട്ടുണ്ട്. അവർ ഫോട്ടോസ് എടുക്കാൻ പോയ സമയം ഞാൻ പെട്ടെന്ന് ബിരിയാണിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അങ്ങനെ ബിരിയാണി ദമ്മിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ബിരിയാണിയൊക്കെ റെഡിയായി. ഇനി പായസം റെഡിയാക്കി എടുക്കുന്നുണ്ട്. പായസവും സെറ്റായി. ഇനി അടുക്കളയ്ക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഈ ക്ലീനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ റാഹത്തായി. അങ്ങനെ ഞങ്ങളിതാ കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. മുജുക്ക് ദമ്മൊക്കെ പൊട്ടിച്ച് അയൽവാസിക്കുള്ള ചോറൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ കഴിക്കാനായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്ക് നാത്തൂൻ വാരി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കഴിക്കുകയാണ്. നാത്തൂനും ഞങ്ങളും കൂടിയുള്ള ഒത്തൊരുമിച്ചിട്ടുള്ള പെരുന്നാൾ ഇതാദ്യമായിട്ടാണ്. അവർക്ക് വെള്ളിയാഴ്ചയായിരുന്നു പെരുന്നാൾ. അത് കഴിഞ്ഞതും അവർ ഇങ്ങോട്ട് ശനിയാഴ്ച രാവിലെ തന്നെ വരികയാണ് ചെയ്തത്. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാനും നാത്തൂനും കൂടി ഉമ്മയുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി വന്നു. വീട്ടിലോട്ട് കയറിയതും പിന്നെ ഞാൻ ആദ്യം ഉമ്മ ബിരിയാണി വെച്ചോ എന്നാണ് നോക്കിയത്. പിന്നെ ഒന്നും നോക്കിയില്ല. അതിൽ നിന്ന് ഒരു കയ്യിലെടുത്ത് കഴിച്ചു. വിശപ്പ് കൊണ്ടൊന്നല്ല കേട്ടോ, ഉമ്മ ഉണ്ടാക്കിയത് കഴിക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട് മാത്രം. പിന്നെ കുറച്ച് പായസം കൂടി കഴിച്ചു. പിന്നെ കുറച്ച് കൊയ്യാക്ക പറിച്ചു. പിന്നെ ഇളാമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സീതാരങ്ങയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആയിട്ടില്ല, ചക്കയായിട്ടുണ്ട്. ഉമ്മ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞതാണ്. പിന്നെ എനിക്ക് എടുത്തിട്ട് വരാൻ പറ്റാത്തത് കൊണ്ട് മാത്രം എടുത്തില്ല. ബസ്സിലാണ് ഞങ്ങൾ പോയത്. പിന്നെ കൊയ്യാക്കയൊക്കെ പറിച്ച് കഴിച്ചു. പിന്നെ കോഴി എന്തിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം കേട്ടോ. അത് സക്സസ് ആയതിനു ശേഷം ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിതാ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പിന്നെ ഞങ്ങൾ കട തപ്പി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി 8 മണിയായിട്ടുണ്ടായിരുന്നു. കുട്ടികളെ കൊണ്ടുപോകാത്തത് കൊണ്ട് വരുമ്പോൾ ഐസ്ക്രീം വാങ്ങാതെ വീട്ടിലോട്ട് കയറ്റില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയതാ വീട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ നല്ല ഇരുട്ടാണ് കേട്ടോ. ഇവിടേക്ക് ഞാൻ ടോർച്ച് അടിച്ചിട്ടാണ് വീട്ടിലോട്ട് എത്തിയത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് കയറിയതും കുട്ടികളൊക്കെ ചാടി കളിക്കുന്നുണ്ടായിരുന്നു. ഐസ്ക്രീം ഉണ്ടോ എന്നാണ് അവർ ആദ്യം നോക്കുന്നത്. അങ്ങനെ അവർക്കുള്ള ഐസ്ക്രീമൊക്കെ കൊടുത്തു. ഞങ്ങളും ഐസ്ക്രീമൊക്കെ കഴിച്ച് ലേസും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാത്തൂൻ്റെ മകളുടെ വക ലേസ് ജസ്റ്റ് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയതാണ് കേട്ടോ. കമ്പിത്തിരിയും അതുപോലെ പടക്കമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് പൊട്ടിക്കാനായിട്ട് നിന്നു. കുറേ പാടുപെട്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ പടക്കമൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തത്. എനിക്ക് നല്ല പേടിയാണ് ഇത് പൊട്ടിക്കാനായിട്ട്. ദൂരെ നിന്നും കോലുകൊണ്ടൊക്കെയാണ് ഞാൻ നീക്കി കൊടുക്കുന്നതും. അതുപോലെ തന്നെ ഓല വെച്ചിട്ടാണ് പടക്കമൊക്കെ പൊട്ടിച്ചെടുത്തത്. കുട്ടികൾ പടക്കം പൊട്ടിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ശല്യപ്പെടുത്തുന്നത് കൊണ്ട് മാത്രം പടക്കം പൊട്ടിച്ചതാണ് കേട്ടോ. പിന്നെ പാമ്പ് ഗുളിക പേപ്പർ ഇട്ടിട്ട് ഒന്നായിട്ടിട്ട് കത്തിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.